അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 28-ാമത്തെ അധ്യായം. അതിൽ രാമായണ കഥയാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ 15 ശ്ലോകങ്ങൾ ഇപ്പോൾ പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. അഥ അഷ്ടാവിംശോऽധ്യായ. ജനമേജയ ഉവാച. കഥം രാമേണ തച്ചീർണം വ്രതം ദേവ്യാ സുഖപ്രദം. രാജ്യഭ്രഷ്ട കഥം സോധ. കഥം സീതാ ഹൃതാ പുനഃ. വ്യാസ ഉവാച. രാജാ ദശരഥ ശ്രീമാനയോധ്യാധിപതി പുരാ. സൂര്യവംശധരശ്ചാസീൽ ദേവബ്രാഹ്മണപൂജക. ചത്വാരോ ജജ്ഞിരേ തസ്യ പുത്രാ ലോകേഷു വിശ്രുതാ. രാമലക്ഷ്മണശത്രുഘ്ന ഭരതശ്ചേതി നാമതാം. രാജ്ഞ പ്രിയകരാ സർവേ സദൃശാ ഗുണരൂപതാ. കൗസല്യായാ സുതോ രാമ കൈകേയ്യാ ഭരതസ്മൃതാ. സുമിത്രാതനയൗ ജാതൗ യമളൗ ദ്വൗ മനോഹരൗ. തേ ജാതാ വൈ കിശോരാശ്ച ധനുർബാണധര കില. സൂനവകൃതസംസ്കാരാം ഭൂപതേ സുഖവർദ്ധകാം. കൗശികേന തദാഗത്യ പ്രാർത്ഥിതോ രഘുനന്ദന. രാഘവം മഖരക്ഷാർത്ഥം സൂനും ഷോഡശവാർഷികം. തസ്മൈ സോയം ദദൗ രാമം കൗശികായ സലക്ഷ്മണം. തൗ സമേത്യ മുനിം മാർഗേ ജഗ്മതുശ്ചാരുദർശനൗ.
താടകാ നിഹതാമാർഗേ രാക്ഷസീ ഘോരദർശന രാമേണൈകേന ബാണേന മുനീനാം ദുഃഖദാ സദാ യജ്ഞരക്ഷാകൃതാ തത്ര സുബാഹുർനിഹതശഠാ മാരീചോധമൃതപ്രായോ നിക്ഷിപ്തോ ബാണവേഗതാ ഏവം കൃത്വാ മഹത്കർമ്മ യജ്ഞസ്യ പരിരക്ഷണം ഗതാസ്തേ മിഥിലാം സർവേ രാമലക്ഷ്മണകൗശികാ അഹല്യാമോചിതാ ശാപാത് നിഷ്പാപാസകൃതാബലാ വിദേഹനഗരേ തൗ തു ജഗ്മതുർമുനിനാ സഹ ബഭഞ്ജ ശിവചാപം ച ജനകേന പണീകൃതം ഉപയേമേ തതഃ സീതാം ജാനകിം ച രമാംശജാം ലക്ഷ്മണായ ദദൗ രാജാ പുത്രീമേകാം തഥോർമിളാം കുശധ്വജസുതേ കന്യേ പ്രാപതുർഭ്രാതരാവുഭൗ തഥാ ഭരതശത്രുഘ്നൗ സുശീലൗ ശുഭലക്ഷണൗ ഏവം ദാരക്രിയാസ്തേഷാം ഭ്രാതॄണാം ചാഭവൻ നൃപാ ചതുർണാം മിഥിലായാം തു യഥാവിധി വിധാനതാ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 28-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ ശ്ലോകം മുതൽ 15 കൂടിയുള്ള ശ്ലോകങ്ങൾ രാമായണ കഥയാണ് ഇന്ന് ഇവിടെ ഭാഷാഗാനമായി പാടി ഭഗവതിയുടെ പാദാരവിന്ദങ്ങളിൽ സാദരം സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ജനമേജയം പറഞ്ഞു, നവരാത്ര വ്രതമെന്തേ രാമൻ ചെയ്തു രാജ്യഭ്രഷ്ടനായതെന്തേ സീതയേതു വിധം കവർന്നു. വ്യാസം പറഞ്ഞു, സൂര്യവംശേ അയോധ്യയ്ക്കു രാജനായി ദശരഥൻ ദേവദ്വിജ പൂജകളിൽ താൽപര്യമുള്ളോൻ. ലോകവിശ്രുതരായി 4 മക്കൾ അദ്ദേഹത്തിനുണ്ടായി. രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ താനും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. രൂപഗുണങ്ങളിൽ തുല്യർ രാജാവിനു പ്രിയമുള്ളോർ. രാമൻ കൗസല്യയ്ക്കു പുത്രൻ ശ്രീഭരതനോ. കൈകേയിക്കും ഇരട്ടകൾ സുമിത്രയ്ക്കു പുത്രന്മാരും. 4 പേരും വില്ലേന്തിയാണത്രേ പിറവി. സംസ്കാര കർമ്മങ്ങൾ ചെയ്തു പുത്രന്മാർക്കു ദശരഥൻ. വിശ്വാമിത്രനെത്തി രാമനെയും യാചിച്ചു. രാമൻ 16 യാഗരക്ഷ ചെയ്യുവാനായി ലക്ഷ്മണനുമൊത്തു മെല്ലെ യാത്രയായല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ചാരുരൂപന്മാരാമവർ യാത്രക്കിടെ വധിച്ചല്ലോ. ഘോരരൂപിണി
ദേവിയാകുന്ന താടകയെയും മുനിമാർക്കു ദുഃഖദയ ഒരൊറ്റ അമ്പിനാൽ കൊന്നു. സുബാഹുവിനെയും കൊന്നു യാഗം രക്ഷിച്ചു. യജ്ഞവിഘാതകൻ മാരീചനെ മൃതപ്രായനാക്കി യജ്ഞ സംരക്ഷണം ചെയ്തു ശ്രീരാമചന്ദ്രൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മിഥിലയ്ക്കു പോകും വഴി അഹല്യയ്ക്കു രാമചന്ദ്രൻ ശാപമോചനത്തെ നൽകി അനഘയാക്കി. വിശ്വാമിത്രനോടു ചേർന്നു വിദേഹത്തിലെത്തി രാമൻ. ജനകൻ പന്തയം വച്ച ചാപം ഭഞ്ജിച്ചു. രമാംശജ സീതയെയും രാമനോ വിവാഹം ചെയ്തു. ഊർമിളയെ ലക്ഷ്മണനും നൽകിനാൻ രാജൻ. കുശധ്വജ പുത്രിമാരാം മാണ്ഡവിശ്രുതകീർത്തിമാർ ഭരതനും ശത്രുഘ്നനും പത്നിമാരായി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഈ വിധത്തിൽ 4 സഹോദരന്മാരുടെയും വേളി യഥാവിധി മിഥിലയിൽ നടത്തപ്പെട്ടു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയായി നമ്മൾ ആരംഭിച്ചിട്ട് ഇന്ന് 305-ാമത്തെ ദിവസം. തൃതീയ സ്കന്ധം 28-ാമത്തെ അധ്യായം രാമായണ കഥയാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. നാളെ ശ്രീരാമനവമിയാണ് എന്നുള്ള സന്തോഷം കൂടി ഇത്തരുണത്തിൽ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. ജനമേജയന് വേദവ്യാസൻ ദേവി ഭാഗവതം പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ജനമേജയൻ്റെ ചോദ്യം, വേദവ്യാസൻ്റെ ഉത്തരം. ഇവിടെ പരീക്ഷിത്തിൻ്റെ പുത്രനും ശ്രീ ശിവബ്രഹ്മർഷിയുടെ അച്ഛനും തമ്മിലുള്ള സംവാദം. ശ്രീമദ് ഭാഗവതോ അവിടെ പരീക്ഷിത്തും ഈ വ്യാസൻ്റെ പുത്രനും തമ്മിലുള്ള സംവാദം. അപ്പം അത് ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. ഇവിടെ ജനമേജയൻ ചോദിക്കുകയാണ്, കഴിഞ്ഞ അധ്യായത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞു ശ്രീരാമചന്ദ്രസ്വാമി കിഷ്കിന്ധയിൽ വെച്ച് നവരാത്രവ്രതം അനുഷ്ഠിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വൈശ്യന് ലഭിച്ച
ദേവീ ദർശനത്തെയും ആ വരമാരിയെയും കുറിച്ചൊക്കെ അനുസ്മരിച്ച് സമർപ്പിച്ചത്. അപ്പോഴാണ് ജനമേജയൻ ചോദിച്ചു, കഥം രാമേണ തച്ചീർണം വ്രതം ദേവ്യാ സുഖപ്രദം രാജ്യഭ്രഷ്ട കഥം സോധ കഥം സീതാഹൃതാ പുനാം. രാമൻ ദേവിയുടെ സുഖപ്രദം വ്രതം, സുഖപ്രദമായിരിക്കുന്ന ആ നവരാത്ര വ്രതം എന്തിന് അനുഷ്ഠിച്ചു? അദ്ദേഹം എങ്ങനെയാണ് രാജ്യഭ്രഷ്ടനായത്? കഥം സീതാഹൃതാ പുന, സീത എങ്ങനെ അപഹരിക്കപ്പെട്ടു? ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇവിടെ നേരത്തെ 27-ാമത്തെ അധ്യായത്തിൽ 49, 50, 51, 52, 53 ഈ 5 ശ്ലോകങ്ങളിലൂടെ പഞ്ചശ്ലോകിയായി രാമായണ കഥ മുഴുവൻ അവിടെ അവതരിപ്പിക്കേണ്ടായി. അതിനെ ഒന്നുകൂടി വിസ്തരിച്ച് ചോദിക്കുകയാണ്, വിസ്തരിച്ച് പറയാൻ തുടങ്ങുകയാണ് വേദവ്യാസൻ. രാജാ ദശരഥ ശ്രീമാൻ അയോധ്യാധിപതി പുരാ സൂര്യവംശധരശ്ചാസീൽ ദേവ ബ്രാഹ്മണ പൂജക. പണ്ട് അയോധ്യാപതിയായി, അയോധ്യയുടെ അധിപതിയായി ദശരഥൻ എന്ന രാജാവ്, ശ്രീമാനായിരിക്കുന്ന അദ്ദേഹം, സൂര്യവംശത്തിൽ ജനിച്ച അദ്ദേഹം ദേവന്മാരെയും ദേവബ്രാഹ്മണ പൂജക, ദേവന്മാരെയും ബ്രാഹ്മണരെയും പൂജിക്കുന്നതിൽ വലിയ താല്പര്യമുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന് 4 പുത്രന്മാർ. എങ്ങനെയുള്ളവരാ? ലോകേഷു വിശ്രുത, ലോകത്ത് മുഴുവൻ വിഖ്യാതരായ ചത്വാരോ ജജ്ഞിരേതസ്യ പുത്ര ലോകേഷു വിശ്രുത രാമലക്ഷ്മണ ശത്രുഘ്ന ഭരതശ്ചേതി നാമത. രാമൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, ഭരതൻ എന്നിങ്ങനെ ലോകവിശ്രുതന്മാരായ 4 പുത്രന്മാര്. രാജ്ഞപ്രിയകരാ സർവേ സദൃശാ ഗുണരൂപത. 4 പേരും രാജാവിന് വളരെ പ്രിയപ്പെട്ടവരാണ്. രൂപത്തിലും അവരുടെ സ്വഭാവത്തിലും ഗുണത്തിലുമൊക്കെ തുല്യരാണ് 4 പേരും. കൗസല്യായ സുതോ രാമ, കൗസല്യയുടെ പുത്രനാണ് രാമൻ. കൈകേയ ഭരതസ്മൃത, കൈകേയുടെ പുത്രനാണ് ഭരതൻ. സുമിത്രാ തനയൗ ജാതോ യമളൗ ദ്വൗ മനോഹരോ, ഇരട്ടകള് 2 പേര്. യമളൗ എന്ന് വെച്ചാൽ ഇരട്ട, മനോഹരന്മാരായ 2 പേര്. അവരാരാ? സുമിത്രാ തനയൗ ജാതൗ, സുമിത്രയുടെ മക്കളായിട്ടാണ് 2 പേര് ജനിച്ചത്. തേ ജാതാവൈ കിശോരാശ്ച ധനുർബാണധരാ കില. അപ്പോ രൂപസൗന്ദര്യം നിറഞ്ഞ ആ മനോഹരന്മാരായ ലക്ഷ്മണനും ശത്രുഘ്നനും, അവരും എല്ലാവരും ജനിച്ചത് തന്നെ എങ്ങനെയാണെന്ന് തോന്നും? അമ്പും വില്ലും ധരിച്ചിട്ടാണെന്ന് തോന്നും. കാരണം ജന്മനാ തന്നെ അസ്ത്രവിദ്യയിൽ പ്രവീണന്മാരാണ് അവര് എന്ന് പറയേണ്ടി വരും. അത്രയും ചെറുപ്പത്തിൽ തന്നെ വളരെ ശ്രേഷ്ഠരായ വില്ലാളികളായി അവർ മാറി. സൂനവ, സൂനു എന്ന് പറഞ്ഞ മകൻ, സൂനവ, ആ 4 പുത്രന്മാര്, അവർക്ക് കൃതസംസ്കാര ഭൂപതേ സുഖവർദ്ധക, സംസ്കാര കർമ്മങ്ങളൊക്കെ, ഉപനയനാദി സംസ്കാര കർമ്മങ്ങളൊക്കെ വേണ്ടതുപോലെ നടത്തി രാജാവ് വളരെ സന്തോഷിച്ചിരിക്കുന്നു. കൗശികേന തദാഗത്യ, ആ സമയത്ത് കൗശികൻ എന്ന് വെച്ചാൽ വിശ്വാമിത്രൻ, കൗശിക ഗോത്രത്തിൽപ്പെട്ട വിശ്വാമിത്രൻ അവിടെ ചെന്ന് പ്രാർത്ഥിതോ രഘുനന്ദന, രഘുനന്ദനനെ, ആ രാഘവനെ, ആ ദാശരഥിയെ, രാമനെ തൻ്റെ കൂടെ അയക്കണം എന്ന് അപേക്ഷിച്ചു. രാഘവം മഖരക്ഷാർത്ഥം സൂനും ഷോഡശവാർഷികം. രാമൻ അന്ന് എത്ര വയസ്സ്? ഷോഡശവാർഷികം, 16 വയസ്സ്. ആ രാജകുമാരനെ യാഗരക്ഷയ്ക്ക് കൂട്ടിക്കൊണ്ടുപോകാനായി തസ്മൈ സോയം ദദൗ രാമം, അദ്ദേഹത്തിന് രാമനെ കൊടുത്തു എന്ന് മാത്രമല്ല, ആ കൗശികന് സലക്ഷ്മണം, ലക്ഷ്മണനെയും ഋഷിയോടുകൂടി പറഞ്ഞയച്ചു. തൗ സമേത്യ മുനിം മാർഗേ ജഗ്മതുശ്ചാരുദർശനൗ താടകാ നിഹതാമാർഗേ രാക്ഷസി ഘോരദർശന. പ്രിയദർശന്മാര്, ചാരുദർശനന്മാരാണ് രാമനും ലക്ഷ്മണനും. അങ്ങനെ വിശ്വാമിത്രനോടുകൂടി മുനിം സമയത്യ, മുനിയോടുകൂടി അവർ 2 പേരും ഇങ്ങനെ പോകുമ്പോൾ വഴിയിൽ വെച്ച് താടകാ നിഹതാമാർഗേ രാക്ഷസി ഘോരദർശന, ഘോരസ്വരൂപിണിയായിരിക്കുന്ന രാക്ഷസിയായ താടകയെ വഴിക്ക് വെച്ച് രാമൻ നിഗ്രഹിച്ചു.
രാമേണൈകേന ബാണേന മുനീനാം ദുഃഖദാ സദാ. മുനിമാർക്ക് എപ്പോഴും ദുഃഖമുണ്ടാക്കുന്ന അവളെ രാമൻ ഒരൊറ്റ അസ്ത്രം കൊണ്ട് നിഗ്രഹിച്ചു. യജ്ഞരക്ഷാ കൃതാ തത്ര സുബാഹുർനിഹതശഠ. ഒരൊറ്റ അമ്പ് കൊണ്ട് താടകയെ കൊന്നു. മൂർഖനായ സുബാഹുവിനെ വധിച്ച് വിശ്വാമിത്രന്റെ യാഗത്തെ രക്ഷിച്ചു. പിന്നെയോ മാരീചോധമൃതപ്രായോ നിക്ഷിപ്തോ ബാണവേഗത. യജ്ഞവിഘാതത്തിനായിട്ട് വന്ന മാരീചനെ മൃതപ്രായനാക്കി അവിടുന്ന് പറഞ്ഞയച്ചു. അസ്ത്രവേഗം കൊണ്ട് വിദൂരത്തിൽ നിക്ഷേപിച്ചു എന്നാണ്. കുറെ അകലെ കൊണ്ടുപോയിട്ടു ഒരമ്പ് കൊണ്ട് മാരീചനെ ദൂരേക്ക് പറഞ്ഞയച്ചു ശ്രീരാമചന്ദ്രസ്വാമി. ഏവം കൃത്വാ മഹത്കർമ്മ യജ്ഞസ്യ പരിരക്ഷണം. ഇങ്ങനെ യജ്ഞസംരക്ഷണം എന്ന ആ മഹത്വമേറിയ മഹാത്മ്യമേറിയ കർമ്മത്തെ രാമൻ വേണ്ടതുപോലെ നടത്തി. ഗതാസ്തേ മിഥിലാം സർവേ രാമലക്ഷ്മണ കൗശികാം. രാമൻ, ലക്ഷ്മണൻ, കൗശികൻ എന്ന് വെച്ചാൽ രാമലക്ഷ്മണന്മാരും വിശ്വാമിത്രനും പിന്നീട് മിഥിലയിലേക്ക് പുറപ്പെട്ടു. ഈ സമയത്തോ അഹല്യാമോചിതാശാപാൻ. അഹല്യയെ ശാപത്തിൽ നിന്നും മോചിപ്പിച്ചു. നിഷ്പാപാസ കൃതാബല. അവിടെ പാപരഹിതയാക്കി. പാപം കൊണ്ടാണ് കല്ലായി മാറിയത് അഹല്യ. ആ കൽമഷത്തെ ആ കാരുണ്യസ്വരൂപന്റെ കാർമേഘവർണന്റെ കാലടി സ്പർശം കൊണ്ട് പുണ്യവതിയാക്കി. അഘത്തെ ഇല്ലാതെയാക്കി, അനഘയാക്കി. പാപത്തെ ഇല്ലാതെയാക്കി, പുണ്യവതിയാക്കി മാറ്റി. പിന്നെയോ വിദേഹ നഗരേ തൗതു ജഗ്മതുർമുനിനാസഹ. മുനിയോടുകൂടി വിദേഹ നഗരത്തിലേക്ക് എത്തിച്ചേർന്നു രാമലക്ഷ്മണന്മാര്. ബഭഞ്ച ശിവചാപഞ്ച ജനകേന പണീകൃതം. പണം എന്നുള്ള രീതിയിൽ നമ്മൾ പന്തയം വയ്ക്കുക, അല്ലെങ്കിൽ സ്വയംവരം, ഇങ്ങനെയൊക്കെയാണ് പെൺകുട്ടികളുടെ വിവാഹമൊക്കെ നടത്തുക. ഇവിടെ പണമായിട്ട് പന്തയമായിട്ട് വെച്ചേർന്നത് എന്താ? ശൈവചാപം, ത്രയംബകം എന്ന ആ വില്ല്. ആ ശൈവചാപത്തെ ബഭഞ്ച, ആ രാമൻ ജനകന്റെ പണം അല്ലെങ്കിൽ പന്തയമായി വെച്ചിരുന്ന ശൈവചാപത്തെ മുറിച്ചു, ഭഞ്ചിച്ചു. ഉപയേമേ തതസീതാം. അതാണ് അതിൻ്റെ പന്തയത്തിൽ പറഞ്ഞിരുന്നത്. ഇത് ആരാണോ ഈ വില്ലൊടിക്കുന്നത് അയാൾക്ക് സീതയെ വിവാഹം ചെയ്തു കൊടുക്കാമെന്നാണ്. അങ്ങനെ ജാനകിം ച രമാംശജാം, രമാംശജയായിരിക്കുന്ന ലക്ഷ്മീദേവിയുടെ അംശഭൂതയായ ജനകപുത്രിയായ സീതയെ രാമൻ വിവാഹം ചെയ്തു. ലക്ഷ്മണായ ദദൗ രാജ പുത്രീമേകാം തഥോർമിള. മറ്റൊരു പുത്രിയായ ഊർമിളയെ ലക്ഷ്മണനും വിവാഹം ചെയ്തു കൊടുത്തു. കുശധ്വജസുതേ കന്യേ പ്രാപതുർഭ്രാതരാവുഭൗ. സുശീലരും ഏറ്റവും ശുഭലക്ഷണത്തോടും കൂടിയ തഥാ ഭരതശത്രുഘ്നൗ സുശീലവും ശുഭലക്ഷണവും. ഭരതശത്രുഘ്നന്മാര് ജനകന്റെ മറ്റൊരു സഹോദരൻ കുശധ്വജൻ. ഈ ജനകന്റെ പേര് സീരധ്വജൻ എന്നാണെന്ന് പറയുന്നു. അപ്പോൾ കുശധ്വജന്റെ പുത്രിമാരായ മാണ്ഡവിയെ ഭരതനും ശ്രുതകീർത്തിയെ ശത്രുഘ്നനും വിവാഹം ചെയ്തു. ഇങ്ങനെ ഏവം ദാരക്രിയാസ്തേഷാം ഭ്രാതॄണാം ചാഭവൻ നൃപ ചതുർണാം മിഥിലായാം തു യഥാവിധി വിധാനത. അങ്ങനെ ആ 4 സഹോദരന്മാരുടെയും വിവാഹം യഥാവിധി മിഥിലയിൽ വെച്ച് നടത്തപ്പെട്ടു. രാമൻ സീതയെ, ലക്ഷ്മണൻ ഊർമിളയെ, ഭരതൻ മാണ്ഡവിയെ, ശത്രുഘ്നൻ ശ്രുതകീർത്തിയെ. ആ 4 വിവാഹവും വേണ്ട പോലെ നടന്നു എന്ന് പറയുന്ന 15ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ, അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ജാനകി കാന്തസ്മരണം ജയ് ജയ് രാമ രാമ. അതേപോലെ സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ഒഴിയുന്നു ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു
അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ.
കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.